നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഋതിക മേഡം എന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അത് നേരിടാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ള ഭയമാണെങ്കിൽ ഞാൻ മേഡവുമായി വേറൊരു വീട് വാടകയ്ക്കെടുത്ത് മാറിക്കൊള്ളാം. എന്റെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ല. നാണം കെട്ട് എന്റെ പുറകെ ഇങ്ങനെ വരാതെ. ദീപകെ, കംപ്ലൈന്റ് പിൻവലിക്ക്. ഇവന്റെ കയ്യിൽ നിന്ന് കംപ്ലൈന്റ് ഇല്ലാന്ന് എഴുതി ഒപ്പിട്ട് മേടിച്ചിട്ട് അവനെ ഇറക്കി വിട്ടേക്ക്. ഞാൻ പറഞ്ഞതുപോലെ ചെയ്താ തനിക്കൊരു വാണെങ്കിൽ മാത്രം ഒതുങ്ങാം. അല്ലെങ്കിൽ സസ്പെൻഷൻ മേടിച്ച് വീട്ടിയിരിക്കാം. തീരുമാനം ഇനി തന്റെയാ. കോൺസ്റ്റബിൾ, രാജുവിനെ ഇറക്കി വിടും. ഗുഡ്. സർ, അദ്ദേഹത്തെ കണ്ടോ സർ? എന്താണ് സർ അദ്ദേഹം പറഞ്ഞത്? അമ്മായി അച്ഛനായ സാറിന് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ? സാറിന് എന്താ പറയാനുള്ളത്? പറയൂ സർ. സർ, ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ അത് ഇങ്ങനൊരു സിറ്റുവേഷനിലല്ല. നാളെ പ്രസ് ക്ലബ്ബിൽ വെച്ച് കാണാം. സാർ, ഇത് മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ഇപ്പൊ ഇതിനൊരു മറുപടി പറയൂ സർ. സർ, മാഡത്തിന് എന്താ പറയാനുള്ളത്? ഉപദ്രവിച്ചോ? കേറി രാജു. എന്തെങ്കിലും പറയൂ സർ. ഡ്രൈവർ വണ്ടി എടുക്ക. ഋതിക മേഡം, പതിയെ. അവിടെ വേദന കൂടുതലാ. സോറി രാജു. അമ്മേ, എന്താ അമ്മയുടെ ഉദ്ദേശം? എന്താ പ്രിയേ? സ്വന്തം മകന്റെ ശരീരം ഇങ്ങനെ ചതഞ്ഞ് ചോര കട്ടപിടിച്ച് കണ്ടിട്ടും അമ്മ എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ? മന്ത്രിയുടെ മോളാണ് ഇവളെന്ന് ഓർത്തിട്ടാണോ അമ്മ വാ തുറക്കാത്തെ? അമ്മയ്ക്ക് പേടിയായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഇവളെ പേടിയും ഇല്ല, ഇവളോട് സഹതാപവും ഇല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെപ്പുറപ്പിന്റെ ജീവിതം വലുത്. എന്റെ ചേട്ടൻ ഈ അവസ്ഥ വന്നത് ഇവള് കാരണം. ഇതൊന്നും ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. അമ്മയ്ക്കും അച്ഛനും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ വേണ്ടത് ചെയ്തോളാം. ഇവള് കാരണം എന്റെ ജീവിതവും പോയി. ഏട്ടന്റെ ജീവിതവും കളഞ്ഞു കുളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവളുടെ കൂടെ ഏട്ടന് സമാധാനത്തോടെ ജീവിക്കാൻ വർമ്മ സാറ് ഏട്ടനെ സമ്മതിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം, ഇന്ന് തന്നെ. ശ്രീ, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? ഏട്ടാ, ഏട്ടനെ എനിക്കറിയാം. ഏട്ടന് ഋതികയോട് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഇവൾക്ക് ദീപകിനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് കല്യാണം മുടക്കാൻ ഏട്ടനെ കൊണ്ട് നിർബന്ധിച്ച് താലി കെട്ടിച്ചതില്ലേ ഇവള്? കണ്ടോ രണ്ടാളുടെ നാവിറങ്ങി പോയത് കണ്ടോ? ആ ദീപക്കിനെയും കെട്ടി അവിടെ എങ്ങനെ ജീവിക്കുന്നതിന് പകരം രാജുവിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഇവൾ ഇങ്ങോട്ട് കയറി വന്നേക്കുന്നു. അമ്മ എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ? ഇവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ടോ അതോ ഞാൻ പിടിച്ചിറക്കണോ? എന്താ പ്രിയേ ഇത്? നിങ്ങൾ രണ്ടാളൊന്ന് പൊയ്ക്കേ. പോകാൻ. ഇല്ലമ്മേ, ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. ഉണ്ടായേ പറ്റൂ. രാധമ്മേ, ഞാൻ ഇവരോട് സംസാരിക്കാം. ചേച്ചി, നിങ്ങൾ പറയുന്നത് രാജുവിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ സഹോദരിമാർക്ക് രാജുവിനെ ഈ അവസ്ഥയിൽ കാണുമ്പോ എന്തുമാത്രം വിഷമം ഉണ്ടാവുമെന്നും എനിക്ക് മനസ്സിലാവും. നിങ്ങൾ പറഞ്ഞത് ശരിയാ. അച്ഛൻ എന്റെ വിവാഹം ധൃതി പിടിച്ച് നടത്താൻ നോക്കിയപ്പോ
ആദ്യം ഞാൻ എതിർത്തെങ്കിലും പിന്നീട് എന്റെ ആഗ്രഹത്തിന് ഒരു ജീവിതം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കി അച്ഛന്റെ തീരുമാനം നടക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. ദീപകിനെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഞാൻ ആ വിവാഹത്തിന് സമ്മതം മൂളി. പക്ഷെ അവൻ ഞാൻ വിചാരിച്ചതിലും വലിയ ഫ്രോഡായിരുന്നു. നിങ്ങൾക്കറിയാമോ, വീട്ടിലെ സെർവന്റ് ദിവ്യ ഗർഭിണിയാണ്. അവനാണ് ദിവ്യയുടെ വയറ്റിൽ വളരുന്ന കുട്ടിയുടെ അച്ഛൻ. ആ സത്യം അറിഞ്ഞിട്ടും അവന്റെ കൂടെ ഞാൻ ജീവിക്കണമായിരുന്നു. എന്റെ വീട്ടിൽ നടക്കുന്ന ഞാൻ അറിയാത്ത പല കാര്യങ്ങളും കത്തിലൂടെ ആരോ ഒരാൾ എന്നെ അറിയിച്ചപ്പോ ദീപക്കുമായുള്ള വിവാഹം ഞാൻ വേണ്ടെന്ന് തീരുമാനിച്ചു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പൊയ്ക്കോളാം. മോളെ, ഋതിക മാഡം, എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇവരെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞെന്ന് മാത്രം മാഡം കരുതിയാൽ മതി. നിങ്ങളുടെ മനസ്സെനിക്കറിയാം. പക്ഷെ ഋതിക മാഡം ഇപ്പോ എന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ നിൽക്കുന്ന. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ മാഡത്തിനും അതേ സ്നേഹം നൽകണം. ഋതിക മാഡം എന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അത് നേരിടാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ള ഭയമാണെങ്കിൽ ഞാൻ മാഡവുമായി വേറൊരു വീട് വാടകയ്ക്കെടുത്ത് മാറിക്കൊള്ളാം. അയ്യോ രാജു, നീ എന്താ ഈ പറയുന്നേ? സമാധാനമായോ രണ്ടിനും? എന്റെ കുഞ്ഞിന്റെ മനസ്സ് വിഷമിപ്പിക്കാതെ പോകുന്നുണ്ടോ ഇവിടുന്ന്? രാജു, നീ ഇതെന്തൊക്കെയാടാ പറഞ്ഞത്? മോളവര് പറഞ്ഞതൊന്നും കാര്യാക്കണ്ട. വേണോട്ടെ നിങ്ങൾ വരട്ടെ, രണ്ടിനും കണക്കിന് കൊടുക്കുന്നുണ്ട് ഞാൻ. അയ്യോ രാധമ്മ, വേണ്ട. വേണു അങ്കിളിനോട് പറഞ്ഞ് ഇനി അവരെ വഴക്കൊന്നും പറയിപ്പിക്കണ്ട. അതെ, അമ്മ ചെന്ന് എനിക്ക് കുളിക്കാൻ ചൂടുവെള്ളം റെഡിയാക്കാം. ശരി മോനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.